ശാലി എന്തെങ്കിലും കഴിച്ചോ? കെട്ട് കഴിയാത്തൊന്നും കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലിനി. അന്നച്ചമണ മനുഷ്യന്റെ എന്തരാ. രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. പല മൂലാദികളും നല്ല കഴിച്ചു. ഇതെന്തേ കാണിക്കണ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ സ്ഥിരതവക്രാധ്യ. വല്ലം പറഞ്ഞു? ഒന്നുമില്ല, താലി എടുത്തോളുക. യസ്യ സ്ഥിരതവക്രാധ്യ വാരിശ്രദ്ധ്യാ പരിശുദ്ധം വിഘ്നം നിഘ്നന്തി സതതം യസ്യക്ഷേണം സമാശ്രയേ. താലി തന്നോളൂ. താലി താലി എടുക്കൂ. സമാധാനമായിട്ട് നോക്കി തന്നെ കാണും. എന്താ പ്രശ്നം? അയ്യാ താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ? അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. അമ്മയുടെ താലിയൊന്നും വരാം. പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചു. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. മോനെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചാത്ത്, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി ഒന്ന് അഞ്ഞു നോക്കിയാൽ കിട്ടുമെന്നേ. ചേട്ടാ ദേ കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ആ ഡ്രസ്സ് മണി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിരുന്നു. എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു? എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ വേഗം പോയി പുതിയൊരെണ്ണം മേടിച്ചാലോ? അതെ, ഇത് പൂമാലയല്ല താലിമാലയാണ്. ഉണ്ടായിരുന്നു. എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാലും. താലിയില്ലാതെ പറ്റൂ? ചേച്ചി വിചാരിച്ചതാണ്. നീ പോയി നിന്റെ കട്ടികളോട് ചോദിക്കടാ. അത് പണ്ടാ പണയത്തില്ല. അല്ലപ്പോ ഞാൻ കൊടുക്കത്തു. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ശാലിനി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. സാറേ, ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ? അയ്യോ ഒച്ചണ്ടാക്കല്ലേ, ഇവിടെ നിറച്ച് കൊതുകാണ്. ഞാൻ കുറച്ച് കുന്തിരിക്കാൻ പോച്ചാ. കൊതുക് ചാവാൻ മോസ്കിറ്റോ മാറ്റി വെച്ചാ പോരെ? കൊതുക് നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ല ശാലിനി. കൊതുക് ചാകുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശ്വസിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താവും? ചേട്ടൻ കൊള്ളാവല്ലോ. ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? പാലെനിക്ക് ശീലമില്ല. ശാലിനി കുടിച്ചോ? പാൽ എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. ക്യാബേജിനുണ്ടല്ലോ ഭയങ്കര ഉപ്പായിരുന്നു. ചേച്ചി ഉണ്ടാക്കിയല്ലേ? ഓ അങ്ങനെ.
അതെ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വായിക്ക രുചിയായിട്ട് എന്തായാലും തിന്നാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇത് ചുമ്മാ ഏതാണ്ടൊക്കെ വെട്ടിപ്പുഴുങ്ങി വെച്ചേക്കുവാ. എന്തുവായി? അത് പിന്നെ സോമൻ പറഞ്ഞ കണക്കല്ലേ എനിക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, സോമന്റെ കല്യാണമല്ലേ ഇത്? ആ, സോമന്റെ രീതിയിൽ നാടൻ ഭക്ഷണം ഉണ്ടാക്കി. ഇത് നാടനൊന്നുമല്ല, പിന്നെ ഒന്നാന്തരം പിശുക്ക്. ഒന്ന് പോടും. അവൻ പറയുന്ന മുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ 1.5 ദിവസം ഉപദേശിച്ച് കൊന്നുകളയും. നിനക്കറിയാലോ സോമന്. പിന്നെ പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം, ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ, എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. ആ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ, കിടക്കാല്ലേ? ശാലിനി, എന്തുപറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി, വീട്ടിൽ പോവാം. ശാലിനി, വീട്ടിൽ പോവാം. ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര കാലം ഒരുമിച്ച് ജീവിക്കും? എന്താന്ന്? അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച് പോകും എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. എടാ വൃത്തികെട്ടവനെ, എന്തോ? ഇവിടെ ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ നിന്റെ. അല്ല, എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? കേട്ട്. എടാ പോ, എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എടാ ഹെഡ്ലൈറ്റ് എന്നെ പറ്റി, ആ കൊച്ചിനെ എന്നെ പറ്റി. അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് വാ. എന്തോന്ന്? കൃതാവുണ്ടോ? അകത്തുണ്ട്. നടക്ക്. സാറേ, ആ, ഇതേണ്ട മൈസൂരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ആ കോഴി കർഷകരുടെ ലോണിൻ്റെ കാര്യം. മൈസൂരാനിത് 5ഉം 10ഉം കോഴികളെ വെച്ച് കൃഷി ചെയ്യുന്ന ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. ഇതിൽ തിരുമറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പൊന്നു സാറേ, ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ 10 പേരുടെ ഐഡന്റിറ്റി കാർഡ് അങ്ങോട്ട് തരും, 10 പേരും. അത് ആരായും തന്നു സാർ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ലോൺ മുഴുവൻ ഞാൻ എടുത്തോളാം. സാറേ, ആ സബ്സിഡി വേണം, ഞങ്ങൾ സാറിനങ്ങ് തന്നേക്കാം. ചെന്നൈ എഴുന്നേക്ക്. സണ്ണിയാളെ വിളിച്ചോണ്ട് പോ. സണി, സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന റോഡിൻ്റെ പണി എപ്പോഴാണ് വേണ്ടത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അത്തപ്പൂക്കള വിട്ട പോലത്തെ റോഡ് പണിതിട്ട് ഒരു മഴ പെയ്തപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയതിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളിടത്തോളം കാലം ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചേട്ടാ, സമയം കളയണ്ട, ചെല്ല്. ശരി, കാണാം. ആ, ആടാ. അതെ, ചന്തു വന്നു. എന്തു പറ്റിയല്ലേ നേരത്തെ? ഏയ്, ഇവനെ ചെറിയ തലവേനയും പനിക്കോളൊക്കെ. ചേട്ടാ, ചന്തു ഇപ്പൊ വേണ്ട മരുന്നൊന്നും കഴിക്കുന്നില്ല. എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളവനെ.
എൻ്റെ പിന്നെ എനിക്ക് ഇവനും സ്റ്റാഫ് മാത്രമല്ല എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ. സോമൻ ചേട്ടാ, മിനി ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആളാ. ആളിയെ ഇംഗ്ലീഷ് മരുന്നിന് അങ്ങനെ കുറച്ച് കാണണ്ട. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. ആ സമയത്തെ ഈ ഇഞ്ചിയും കുരുമുളകൊന്നും അത്ര പ്രയോജനപ്പെട്ടൊന്നും വരില്ല. ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയോ? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുവാണ്. നീ കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങാൻ നോക്ക്. ചേച്ചി തിരിച്ചു വന്നോ? ആ, തിരിച്ചു വന്നു. ചെറിയൊരു ഹോം സിക്നസ്, അവളങ്ങനെ അധികം മാറിയൊന്നും തന്നില്ല. ശരി എന്നാ. ശരി. ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമൻ ചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാറൊക്കെ നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ അങ്ങ് വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരവും. ഇതാ. ആ, ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്താ? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നത്. ഇതാ. ആ, ബെസ്റ്റ്. എന്തേ കാണിക്കണേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചിങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളമൊക്കെ? ആ, സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറി തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ സോമ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ, ചെല്ലു ചെല്ലു. അമ്മ, ഞാനില്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. പോയിട്ട് വാ മോളെ. പോയിട്ട് എങ്ങനെയുണ്ട്? ശരി. ശാലിനി, കേറി വണ്ടി എടുക്കണോ? ഹണിമൂൺ